നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര, ജിദ്ദ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നീണ്ട നിര ഇതാ കണ്ടോൺമെന്റ് ഹൗസിന്റെ ഗേറ്റും കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ഇവിടെയുണ്ട്. കണ്ടോൺമെന്റ് ഹൗസിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ ഈ ഭാഗം പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു. ധാരാളം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരികയാണ്. സന്തോഷം, വളരെ സന്തോഷമാണ്. ജനഹിതം അടിസ്ഥാനമാക്കി തീരുമാനമെടുത്ത രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും പ്രത്യേക കുറച്ച് ദിവസം കഴിഞ്ഞ 9 ദിവസമായിട്ട് കേരള ജനതയും ആശിച്ച ഒരു തീരുമാനമാണ്. അതിനുടനെ ഓടി വന്നു. ഇവിടെ തന്നെ ഈ ഇത് ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാൻ ഇതിന്റെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞു. ധാരാളം പ്രവർത്തകരുടെ എത്രത്തോളം സന്തോഷമാണ്. വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ കാത്തിരുന്നത്, കേരളം കാത്തിരുന്നത്, കേരളത്തിലെ ഓരോ UDF പ്രവർത്തകരും കാത്തിരുന്നത് ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ സ്വീകരിക്കും. എത്തുന്ന പ്രവർത്തകർ പരസ്പരം ആശ്ലേഷിക്കുന്നത് കാണാം. സന്തോഷമാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അത് തന്നെ നടന്നുള്ളത്. കേരളത്തിലെ ജനത്തിന്റെ വിജയമാണിത്. VD സതീശന് മുഖ്യമന്ത്രിയാക്കുന്ന ജനവികാരത്തിന്റെ പ്രതിഫലനമാണ് ഹൈക്കമാൻഡ് അംഗീകരിച്ചെന്നുള്ള ഈ അറിയിപ്പ്. വലിയ വികാരത്തോടുകൂടിയാണ് പ്രതികരണം. ഇവിടെ എത്തുന്ന പ്രവർത്തകർ പരസ്പരം ആശ്ലേഷിക്കുന്നു. കേരളത്തിന്റെ പുതിയ അമരക്കാരന് ഹൃദയപൂർവ്വം ആശംസകളെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കേരളമെങ്ങും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോ ഇടത്തും ആഹ്ലാദ പ്രകടനമാണ്. എന്നാൽ അതേസമയം ആലപ്പുഴ DCCയിൽ വലിയ ആൾക്കൂട്ടമില്ല എന്നുള്ളതും എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്റെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട് ശ്രീ രാഹുലിനും ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന
ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചു 10 വർഷം നീണ്ടുനിന്ന ഒരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റുകളിലേക്കാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു, കഠിനാധ്വാനം ചെയ്തു, പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതിയ തുടക്കാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റിയെഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റിയെഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടിയാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്. നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. നല്ല ഒരു ടീം ബിൽഡ് ചെയ്ത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ടീമിനായിരിക്കും ചെയ്യും. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പറയുന്നു. കേരളത്തിൽ നിങ്ങളോട് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു നാളികേരോ ഏതൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ പാർട്ടികൾ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ എത്രയോ സമയം എടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാതെ അങ്ങനെ കുറ്റപ്പെടുത്തരുത്. നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവരതിന്റെ എല്ലാ ഭാഗവും പരിശോധിച്ച് ഒരു കാലത്തും നടക്കാത്ത തരത്തിൽ MLA-മാരുമായി, MP-മാരുമായി, സീനിയർ നേതാക്കളുമായി എല്ലാവരും ആയി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് കോൺഗ്രസ് പാർട്ടി സാധാരണ ഒരു പാർട്ടിയല്ല, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് നേതാക്കൾ, കഴിവുള്ള മികച്ചവരായ നിരവധി നേതാക്കന്മാർ MLA-മാരായി ജയിച്ചു വന്നവരുണ്ട്. കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അല്ല, തീർച്ചയായിട്ടും ജനങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. ജനങ്ങൾ UDF-നെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്, വൻ വിജയം നൽകിയിട്ടുണ്ട്. അതിനവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളറിയാലോ, ഞങ്ങൾ ടീം UDF ആയിട്ടാണ് നിന്നത്. ടീം UDF ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും, പ്രിയങ്കരായ സാദിഖ് അലി തങ്ങൾ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ശ്രീ PJ ജോസഫ് സാറ്, ശ്രീ പ്രേമചന്ദ്രനും ശ്രീ ഷിബു ബേബി ജോണൊക്കെയുള്ള RSP, CP ജോൺ ഞങ്ങളുടെ UDF-ന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ
രാജൻ ബാബു, സി മാണി സി കാപ്പൻ, സി അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഒരു ഒറ്റ പാർട്ടി, ഒരു പാർട്ടിയെ പോലെയാണ് അവരെല്ലാം പ്രവർത്തിച്ചത്. അവരെ എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോകും, ഇനിയും പോകും. എങ്ങനെ അത് പാർട്ടിയായിട്ടും ഘടകകക്ഷികളുമായിട്ടും ആലോചിച്ച് ഗവർണറെ കണ്ടതിന് ശേഷം തീരുമാനിക്കും. അത് ഇപ്പോ നിങ്ങളെല്ലാം ആദ്യം കാണുന്നു, ഞാൻ നിങ്ങളെല്ലാം ആദ്യം കാണുന്നു. എല്ലാ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഗവർണറുമായിട്ട് ആലോചിച്ച് പാർലമെന്ററി പാർട്ടി യോഗം എന്ന് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ശേഷം ഒരു നടപടിക്രമമുണ്ട്. അത് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല, ഇതൊന്നും അത് കൂട്ടായി തീരുമാനിക്കുന്നു. വരട്ടെ, ഞാനല്ലല്ലോ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിയാണ് നിർദ്ദേശിക്കുന്നത്. ഞാനല്ല തീരുമാനിക്കുന്നത് മന്ത്രിമാരെ. എന്നോട് അഭിപ്രായം ചോദിക്കും പാർട്ടി, മറ്റു നേതാക്കളോട് അഭിപ്രായം ചോദിക്കും. എന്നിട്ട് പാർട്ടിയാണ് അത് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം അത് എല്ലാവരോടും നന്ദി എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം. ടീം UDFന്റെ പ്രവർത്തനമാണ് തന്നെ ഇതിൽ പ്രാപ്തനാക്കിയതെന്ന് അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. ജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ചെയ്തു തീർക്കുമെന്നാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്. അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രതികരണം കാണാൻ കാത്തു നിൽക്കുന്നു. I express my sincere gratitude towards my party, the AICC leadership. They entrusted me with huge responsibility, and I am very thankful to the team UDF, the leaders and workers. ഇംഗ്ലീഷ് മാധ്യമങ്ങളെ അഡ്രസ് ചെയ്യുകയാണ് as a single party. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നൽകിയ ഉറപ്പ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ആ ഉറപ്പ് അദ്ദേഹത്തിന് പാലിക്കാൻ കഴിയട്ടെ. മുന്നിൽ നിരവധി ദുർഘടമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. 10 ദിവസം എടുത്ത വൈകൽ, അതിനുശേഷം വന്നിരിക്കുന്ന വലിയ തീരുമാനം, ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് പിന്തുണ നൽകുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടി VD സതീശന് മുന്നിലുണ്ട്. അപ്പോൾ നയിക്കാൻ VD സതീശൻ മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിനൊപ്പം ഈ 5 വർഷം ഉണ്ടാവുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനത്തിന്റെ ജീവിത നിലവാരം മാറ്റിയെടുക്കും, പൊതുപ്രവർത്തനത്തിന്റെ നിർവചനം മാറ്റിയെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ നേതാക്കളോടും നന്ദി പറയുമ്പോൾ, UDFനോട് നന്ദി പറയുമ്പോൾ, പ്രവർത്തകരോട് നന്ദി പറയുമ്പോൾ അദ്ദേഹം KC വേണുഗോപാലിന്റെ പിന്തുണയും ഓർമ്മിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും വലിയ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യം പറയുന്നു. എന്റെ നേതാവാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നു. KCക്കും ചെന്നിത്തലയ്ക്കും പുകഴ്ത്തലാണ് ഈ പ്രതികരണമായി വരുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വ്യത്യസ്തനായ VD സതീശൻ, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പ്രതീക്ഷ നിറവേറ്റുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ശ്രീ VD സതീശൻ, കേരളം കാത്തിരിക്കുകയാണ് അങ്ങയുടെ ഭരണകാലം. ജനമനസ്സിന്റെ അധിപതിയായി അങ്ങേക്ക് തുടരാം. പുകഴ്ത്തലുകൾക്ക് കീഴടങ്ങാതെ കേരളത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുക. മുൻകാല മാതൃകൾ, നമുക്ക് ശരിയല്ലാത്ത മാതൃകൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു പുതിയ മാതൃക തീർക്കാൻ VD സതീശനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ജനത്തിനുള്ളത്, കേരളത്തിലുള്ളത്. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് മെയ് 14. കേരളം കാത്തിരുന്ന തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് 12/3 വന്നിരിക്കുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. പകരും